നമസ്കാരം. എല്ലാമുണ്ട് പുഷ്പയ്ക്ക്, എന്നാൽ ചിലതൊന്നും ഇല്ല എന്നാണ് ചിലർ പറയുന്നത്. പുഷ്പയ്ക്കില്ലാത്തതിനെ ചൊല്ലി സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. എന്താണ് പുഷ്പയ്ക്കില്ലാത്തത്, എന്തുകൊണ്ടാണ് പുഷ്പയ്ക്കില്ലാത്തത്? ഇതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കാൻ നമ്മോടൊപ്പം കോത്തായത്തിൽ ഉണ്ണി ചേരുന്നു. ഉണ്ണി പറയൂ. ഇവിടെ പുഷ്പയ്ക്കില്ല എന്ന് പറയുന്നു. പുഷ്പയ്ക്കില്ലാത്തതുകൊണ്ട് ഇവിടെ പാർക്ക് അത്ര വലിയ പ്രശ്നം. ഇവിടെ ഉണ്ടായിട്ടും അതുകൊണ്ട് യാതൊരു ഉപകാരമില്ലാത്ത എന്നെ പോലെ എത്ര പേരുണ്ട്. അപ്പോൾ ഉണ്ട് എന്നുള്ളതിലല്ല, അതുകൊണ്ട് ഉപകാരമുണ്ടോ എന്നുള്ളതിലാണ് കാര്യം. പിന്നെ പുഷ്പയ്ക്ക് ചിലതൊക്കെ ഇല്ല എന്ന് പറഞ്ഞ് പുറത്തുവിട്ടത് ശ്രീവള്ളിയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ശ്രീവള്ളി അത് കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നിട്ടും ശ്രീവള്ളി അവിടെ പിടിച്ചു നിൽക്കണം എന്നുണ്ടെങ്കിൽ പുഷ്പയ്ക്ക് എന്തൊക്കെയോ കൂടുതലുള്ളത് കൊണ്ടായിരിക്കും. ശരി ശരി, കോത്തായത്തിലുണ്ടി പറഞ്ഞതിനോട് മിസ്റ്റർ സൂപ്പർ താങ്കൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ? ആ നാറിയുടെ കൂടെയൊക്കെ ആരെങ്കിലും യോജിക്കോ? പുഷ്പയ്ക്ക് ചിലതൊക്കെ ഇല്ല എന്ന് പറയാൻ കണ്ടിട്ടുണ്ടോ? എന്നാ ഞാൻ കണ്ടിട്ടുണ്ട്. പണ്ട് ചന്ദനമരം പുഴയിലേക്ക് വലിച്ചെറിയണ സമയത്ത് മരത്തിന്റെ മുകളിൽ മുണ്ടുമടക്കി നിൽക്കുന്ന പുഷ്പേനെ താഴെ നിന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇല്ല എന്നൊന്നും ആരും പറയണ്ട. ഇവൻ ഈ കോത്തായത്തിലെ വർത്താനം പറയണത് ശ്രീവള്ളിയെ റൂട്ടിട്ട് അവള് വളയാത്തതിന്റെ വൈക്ലഭ്യം ഇന്നും ഈ നാറിയുടെ മുഖത്ത് എനിക്ക് കാണാം. ശ്രീവള്ളി ഫേസ്ബുക്കിൽ ഇല്ല എന്ന് ഇട്ടിട്ടുള്ളൂ, എന്താണ് പുഷ്പയ്ക്ക് ഇല്ലാത്തതെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്താണ് പുഷ്പയ്ക്ക് ഇല്ലാത്തതെന്ന് കണ്ടുപിടിച്ച് അത് ഇട്ടുകൊടുക്കേണ്ട ഉത്തരവാദിത്വം CBIക്കാണ്. ഈ പാവപ്പെട്ടവൻ ചന്ദനം കടത്തി ജീവിക്കാനും സമ്മതിക്കൂല എന്ന് വെച്ചാ അതിൽ എവിടെ ന്യായം? ചില കാര്യങ്ങൾ അറിയില്ല.